എടാ ഈ നടക്കണ വല്ല കാര്യം പറയും. ഇല്ലടാ, നീയൊക്കെ കണ്ടോ, അടുത്ത വർഷം 1-ാം തീയതി തൊട്ട് വേണ്ട 2-ാം തീയതി തൊട്ട് ഞാൻ ജിമ്മിന് പോയി തുടങ്ങും. ഇന്നേക്ക് 3 മാസം ഞാൻ തടി ഉറച്ചിരിക്കും. ഇതാണ് ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഒന്ന് പോടി. ആദ്യം പോയിട്ടെ നീ കഴിഞ്ഞ ന്യൂ ഇയറിന് ഒരു റെസൊല്യൂഷൻ എടുത്തില്ലേ, അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്ക്. നീയൊക്കെ പുച്ഛിക്ക്. അല്ല, ഈ പറയുന്ന ആളുടെ കഴിഞ്ഞ കൊല്ലത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തായിരുന്നു? അന്ന് ഇവിടെ എല്ലാവർക്കും അറിയാതെ. അത് നീ ആദ്യം പോയി നടത്തി കാണിക്കും. ഫ്ലാഷ് ബാക്ക്. എടി, നീ നോട്ട് ചെയ്ത് വെച്ചോ, അടുത്ത കൊല്ലം ഞാൻ എങ്ങനെയെങ്കിലും IELTS പഠിച്ച് പാസ്സായി കാനഡയിൽ പോയിരിക്കും. എവിടെ? കാനഡ. അല്ല, അത് പിന്നെ IELTS പൊട്ടിയതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഇയാള് കുറെ, അല്ലെങ്കിൽ തന്നെ വലിയ ഷോ കാണിച്ച് സെൽഫ് പ്രിപ്പറേഷൻ എടുക്കാൻ പോയിട്ടല്ലേ. ഞാൻ ഇവനോട് പണ്ടേ പറഞ്ഞതാ വല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ട്രെയിനിങ് എടുത്ത് എക്സാം എഴുതാൻ പോവാൻ. അതിപ്പോ എല്ലാത്തിനും കൂടി എൻ്റെ അടുത്ത് പൈസ വേണ്ടേ? ഇനിയിപ്പോ എങ്ങനെയും പൈസ ഒപ്പിച്ചു എന്ന് തന്നെ വിചാരിച്ചു. അവിടെ പഠിച്ചിട്ട് ജയിച്ചില്ലെങ്കിലും തന്നെ പഠിച്ചിട്ട് മോനെ ഒട്ടും പൈസ പോയിട്ടില്ലല്ലോ. എക്സാം ഫീസിന് എത്ര ചെലവാക്കിയെന്ന് മോനെ ഓർമ്മയുണ്ടായാൽ മതി. എടാ, എന്നാൽ നിനക്ക് ടിൻസ് അബ്രോഡ് ജോയിൻ ചെയ്തൂടെ? അതാകുമ്പോൾ ഈ December 30th മുമ്പ് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ IELTS-ഉം PT ഒക്കെ ക്രിസ്മസ് ഓഫർ ആയതുകൊണ്ട് ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതും ഈ എക്സ്പെർട്ട് ട്രെയിനേഴ്സിൻ്റെ സഹായത്തോടു കൂടി. എടാ, അതൊക്കെ ചുമ്മാ ഉടായിപ്പാ. ഈ ഫ്രീ കിട്ടുന്നതിന് ഒന്നും ക്വാളിറ്റി ഉണ്ടാവില്ല എന്നാ. എടാ, ഇനി ടിൻസ് അബ്രോഡ് ആരുടെന്ന് വെച്ചിട്ടാണ് നമ്മൾ IELT ഇല്ലേ, നമ്മൾ മറ്റേ ടിൻസ് മൈക്രോ ബ്രോസിൻ്റെ. ഏത്? നമ്മുടെ കണ്ണന ഉണ്ണി മൈക്കിൾ. അവരാണെങ്കിൽ എനിക്കറിയാം. എന്താ ഞാൻ എവിടെയാ പഠിച്ചത്? ഫേമസ് ആണ് അവര്. അതിന് നല്ല സ്കോറും ഉണ്ടായിരുന്നു. ആടാ, അവിടെ തന്നെ. അതാകുമ്പോൾ ട്രെയിനിങ്ങും വിസ പ്രോസസിങ്ങും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ തന്നെ ചെയ്യാലോ. അങ്ങനെ പ്രാക്ടിക്കലായിട്ട് വല്ലതും പറ. നീ ചിലക്കാണ്ട് നമ്പർ എടുക്കുക.